Dear students, അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ ഒരുപാട് ഷീറ്റ് മെറ്റൽ ഉപയോഗിക്കുന്ന ടൂൾസുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കിംഗ് ടൂൾസിനെ കുറിച്ചിട്ടും അതുപോലെ മെഷറിംഗ് ടൂൾസിനെ കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിന് മുന്നേ ഒരുപാട് ട്രേഡുകളിൽ പഠിച്ചിട്ടുള്ള ഒരു ടൈപ്പാണ് സ്ട്രൈക്കിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ അല്ലേ. സ്ട്രൈക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണ് സ്ട്രൈക്കിംഗ് എന്നുള്ള അർത്ഥം വരുന്നത്. അപ്പോൾ കുറച്ച് സ്ട്രൈക്കിംഗ് ടൂൾസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലാദ്യം വരുന്നതാണ് ഹാമേഴ്സ് എന്ന് പറയുന്നത്. ഹാമേഴ്സിൻ്റെ വിവിധ തരം ഹാമേഴ്സ്, ബോൾ പീൻ ഹാമർ, അതുപോലെ സ്ട്രെയിറ്റ് പീൻ ഹാമർ, ക്രോസ് പീൻ ഹാമർ തുടങ്ങിയ പല ടൈപ്പിലുള്ള ഹാമേഴ്സ്, അതായത് മാലറ്റ് വരെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിറ്റിംഗ് വർക്ക്ഷോപ്പ് അതുപോലെ വെൽഡിങ് തുടങ്ങിയ ട്രേഡുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഷീറ്റ് മെറ്റലുകളിൽ വർക്ക്ഷോപ്പിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിലെ ഹെഡിങ് എന്താ പറയുന്നത്, ഹാമേഴ്സ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, യൂസ്ഡ് ഫോർ ഫോമിങ് ഷേപ്സ് ബൈ റേസിങ്, സ്ട്രെച്ചിങ് ഓർ ത്രോയിങ് ഓഫ്. എന്താ പറയുന്നത്, ഷീറ്റ് മെറ്റലിൽ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകൾ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, നമ്മൾ ഹാമർ കൊണ്ട് അടിച്ചിട്ട് എന്ത് ചെയ്യണം, ഷീറ്റിനെ പരത്തിയിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിലേക്ക് വരുത്തുന്നതിന് വേണ്ടി സ്ട്രൈക്കിംഗ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാമർ എന്നുള്ള ടൂള് ഷീറ്റ് മെറ്റൽ ഇൻഡസ്ട്രികളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അതിൽ ഒരുപാട് ടൈപ്സ് ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. റിവറ്റിംഗ് ഹാമർ, അതുപോലെ സെറ്റിംഗ് ഹാമർ, റൈസിങ് ഹാമർ എന്ന് പറഞ്ഞിട്ടുള്ള 3 ടൈപ്പ്. ഇത് നമ്മൾ ഷീറ്റ് മെറ്റലിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഹാമേഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഫിറ്റിങ്ങിലും അതുപോലെ തന്നെ വെൽഡിംഗ് വർക്ക്ഷോപ്പിലൊക്കെ വലിയ വലിയ ബോൾ പീൻ ഹാമർ, സ്ലെഡ്ജ് ഹാമർ, ക്രോസ് പീൻ ഹാമർ തുടങ്ങിയ ഹാമറുകളെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് ഏതൊക്കെയാണ്, റിവറ്റിംഗ് ഹാമർ, സെറ്റിംഗ് ഹാമർ, അതുപോലെ റേസിംഗ് ഹാമർ. ഇത്തരം 3 ഹാമേഴ്സാണ് പ്രധാനമായിട്ടും നമ്മൾ ഷീറ്റ് മെറ്റലിൽ നോക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന ഫസ്റ്റ് ഹാമർ നമുക്ക് നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ഏതാണ്, റിവറ്റിംഗ് ഹാമറാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലായി, റിവറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതിന്. റിവറ്റ്, നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് റിവറ്റ് ഉണ്ട്, നമുക്ക് മെക്കാനിക്കലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിവറ്റ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് ഒരുപാട്, റിവറ്റ് ഹെഡ്, അതുപോലെ റിവറ്റിംഗ് നമ്മൾ വെൽഡിങ് പറഞ്ഞ അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് റിവറ്റ് എന്ന് പറഞ്ഞാൽ, വെൽഡിങ് പോലെ തന്നെ ഒരു 2 മെറ്റൽസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, റിവറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റിവറ്റും ഒരു പെർമനൻറ്റ് ജോയിൻ്റ് തന്നെയാണ്. അപ്പോൾ റിവറ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിവറ്റിംഗ് ഹാമർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൽ രണ്ടാമത്തെ പറയുന്നതാണ് സെറ്റിംഗ് ഹാമർ എന്ന് പറയുന്നത്. എന്താണ് അതിൽ സെറ്റിംഗ് ഹാമറിൻ്റെ കാര്യം, യൂസ്ഡ് ഫോർ സെറ്റിംഗ് ഡൗൺ ദ എഡ്ജ് വൈൽ മേക്കിംഗ് എ ഡബിൾ സീം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരിക്കലും എന്താണ് ഫ്ലാറ്റായിട്ട് മാത്രമല്ല ഉപയോഗിക്കുക. ചില സമയങ്ങളിൽ നമുക്കത് കർവ്ഡ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് നമുക്ക് ഒരുപാട് ജോയിൻറ്റ്സ് ചെയ്യേണ്ടി വരും. അത്തരം ജോയിൻറ്റ്സും അതുപോലെ സീമുകളും ഉണ്ടാക്കുന്ന അവസരത്തിൽ ഷീറ്റിന് അടിക്കുന്നതിനും കാര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റിംഗ് ഹാമർ ഉപയോഗിക്കുന്നത്. നമുക്കതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലേ, സെറ്റിംഗ് ആണ്. സെറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്, സെറ്റിംഗ് ഹാമർ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസിംഗ് ഹാമറാണ്. റൈസിംഗ് ഹാമർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, റൈസിംഗ് ഹാമർ യൂസ്ഡ് ഫോർ ഫോമിംഗ് ഓഫ് എ ഫ്ലാറ്റ് ഷീറ്റ് ഓഫ് മെറ്റൽ ഇൻ ടു കർവ്ഡ് ഓർ ഹോളോ ഷേപ്പ് ലൈക്ക് സ്പൂൺ. എന്താ പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് പറയുന്നുണ്ട്, യൂസ്ഡ് ഫോർ ഫോമിംഗ് ഓഫ് ഫ്ലാറ്റ് ഷീറ്റ് ഓഫ് മെറ്റൽ ഇൻ ടു കർവ്ഡ് ഓർ ഹോളോ ഷേപ്പ് ലൈക്ക് എ സ്പൂൺ. നമുക്കറിയാം ഷീറ്റ് നമുക്ക് ഫ്ലാറ്റായിട്ടാണ് അവൈലബിൾ ആവുക. ആ ഒരു ഷീറ്റിനെ ഈ ഒരു റൈസിംഗ് ഹാമർ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ കർവ്ഡ് ഷേപ്പിലേക്ക്, ഒരു വളഞ്ഞിരിക്കുന്ന ഷേപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ഹോളോ ഷേപ്പിലേക്ക്, നമ്മുടെ സ്പൂണിൻ്റെ ഒക്കെ എക്സാമ്പിളായിട്ട് പറഞ്ഞൊരു സ്പൂണിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹാമറാണ് ഇത് റൈസിംഗ് ഹാമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3 എന്താണ്, ഷീറ്റ് മെറ്റലിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഹാമേഴ്സാണ്. ഏതൊക്കെയാണ്, ഒന്ന് റിവറ്റിംഗ് ഹാമർ, മറ്റൊന്ന് സെറ്റിംഗ് ഹാമർ, മൂന്നാമത് നമ്മൾ പറഞ്ഞത് റൈസിംഗ് ഹാമറാണ്. ആദ്യത്തെ റിവറ്റിംഗ് ഹാമർ എന്ന് പറഞ്ഞാൽ റിവറ്റിംഗ് പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത്തെ സെറ്റിംഗ് ഹാമർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എഡ്ജും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അവസരത്തിൽ ഫിനിഷിങ്ങോട് കൂടിയിട്ട് ജോയിൻറ്റ്സും കാര്യങ്ങളും ചെയ്യുന്നതിനാണ് സെറ്റിംഗ് ഹാമർ ഉപയോഗിക്കുന്നത്. മൂന്നാമതായിട്ടുള്ള റൈസിംഗ് ഹാമർ ഒരു കർവ്ഡ് ഷേപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ഹോളോ ഷേപ്പിലേക്ക്, ഒരു സ്പൂണിൻ്റെ എല്ലാം ഷേപ്പിലേക്ക് നമ്മുടെ ഫ്ലാറ്റായിട്ടുള്ള ഷീറ്റിനെ മാറ്റുന്ന അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹാമറാണ് ഇത് റൈസിംഗ് ഹാമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ് മാലറ്റ് എന്ന് പറയുന്നത്. എന്നാലും ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തതാണ്. മാലറ്റിൻ്റെ ചിത്രം നിങ്ങൾക്ക് അവിടെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, മാലറ്റ് യൂസ്ഡ് ടു സ്ട്രൈക്ക് എ ലൈറ്റ് ആൻഡ് സോഫ്റ്റ് ബ്ലോ ഓൺ മെറ്റൽ. അതായത് നമുക്ക് ലൈറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടോ ഒരു മെറ്റലിനെ സ്ട്രൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, മാലറ്റാണ് ഉപയോഗിക്കുക. ചില അവസരങ്ങളിൽ ഈ ഫ്ലാറ്റ് ഷീറ്റിൽ ചില പൊന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ്, ഈ മാലറ്റ് വെച്ചിട്ടാണ് അടിക്കുക. അതങ്ങനെ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ മറ്റൊരു ഹാമർ വെച്ചിട്ട്, ഒരു മെറ്റലിൻ്റെ ഹാമർ വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിൽ സ്ട്രൈക്കിംഗ്, നമ്മൾ അടിക്കുന്നതിന് പാട് വീഴാനും, അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ നമുക്കറിയാം വളരെ കനം കുറഞ്ഞതാണ് അല്ലേ, അതിന് ഡാമേജുകൾ വരാനും വളരെയധികം സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാലറ്റ് ഉപയോഗിക്കുന്നത്.
മാലറ്റ് ചിലപ്പോൾ എന്തായിരിക്കും വുഡൻ മാലറ്റ് ആയിരിക്കാം, റബ്ബർ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രാസോ കോപ്പറോ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടാവും നിർമ്മിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഹാമർ വെച്ച് മാലറ്റ് വെച്ച് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്തുണ്ടാവില്ല, നമ്മുടെ ഷീറ്റിന് ഡാമേജുകളോ അല്ലെങ്കിൽ അടിച്ചതിൻ്റെ പാടുകളോ ഒന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് മാലറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ദിസ് ഈസ് സോഫ്റ്റ് ഹാമർ മെയ്ഡ് ഓഫ് റബ്ബർ, കോപ്പർ, ബ്രാസ്, വുഡ് എക്സെട്ര അല്ലേ, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ റബ്ബറായിട്ടാവാം, അല്ലെങ്കിൽ കോപ്പറായിട്ടാവാം, ബ്രാസ്, വുഡ്, ഇത്തരം മെറ്റീരിയൽ കൊണ്ടാണ് എന്ത് മാലറ്റ് നിർമ്മിക്കുന്നത്. ഇത്തരം സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയ കാരണം എന്താണ്, നമ്മൾ അടിക്കുന്ന അവസരങ്ങളിൽ സ്ട്രൈക്കിംഗ് മാർക്കുകളോ അല്ലെങ്കിൽ കേടുപാടുകളോ ഡാമേജോ ഒന്നും എന്ത് വരില്ല, നമ്മുടെ ഷീറ്റിന് വരില്ല. ഓക്കെ, ഇനി 10ാമത്തെയും 11ാമത്തെയും ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞെന്നുള്ളൂ. ഈ 2 ടൂളും നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്നിപ്സ് അഥവാ ഷിയേഴ്സ് എന്നറിയപ്പെടുന്ന ടൂളും അതുപോലെ തന്നെ സ്റ്റേക്സ് എന്ന് പറയുന്നതും ഷീറ്റ് മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട 2 ടൂളുകളാണ്. അപ്പോൾ ഈ ടൂളുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതിലൊരുപാട് തരംതിരിവുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് സ്നിപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്നാലും ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളിവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2ാമത്തെ ചിത്രം എന്ന് പറയുന്നത് സ്നിപ്സിൻ്റെയും 3ാമതുള്ള ഒരുപാട് ചിത്രങ്ങൾ 3 ചിത്രമുണ്ട്. ആ റൈറ്റ് സൈഡിലുള്ള 3 ചിത്രങ്ങൾ എന്താണ് വ്യത്യസ്ത ഇനം സ്റ്റേക്കുകളാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സ്നിപ്സ് എന്ന് നോക്കാം. യൂസ്ഡ് ടു കട്ട് തിൻ ഷീറ്റ് അല്ലേ, നമുക്കറിയാം നമ്മുടെ ഷീറ്റ് മെറ്റലിൻ്റെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കനം കുറഞ്ഞതാണ്. 0.4 മുതൽ മാക്സിമം ഒരു 6 mm വരെയൊക്കെയാണ് എന്ത് നമ്മുടെ ഷീറ്റ് മെറ്റലിൻ്റെ തിക്നെസ് വരുന്നത്. അത്തരം കനം കുറഞ്ഞ ഷീറ്റുകൾ മുറിക്കുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്നിപ്സ് അഥവാ ഷിയേഴ്സ് എന്നുള്ള ഞാൻ റൗണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കത്രികേൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് സ്നിപ്സ് വരിക. ഓക്കെ, നമ്മൾ ഷീറ്റ് മെറ്റൽ ലാബിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു ടൂളാണ് ഇത് സ്നിപ്സ്. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് സ്റ്റേക്സ് എന്ന് പറയുന്നത് അല്ലേ. സ്റ്റേക്സിൻ്റെ ഒരുപാട് തരംതിരിവുകളുണ്ട്. ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ, ഈ സ്റ്റേക്സ് അറിയപ്പെടുന്ന പേര് തന്നെ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ എന്നാണ്. ഓക്കെ, നമ്മൾ ഫിറ്റിംഗ് വർക്ക്ഷോപ്പിലാണെങ്കിലും അതുപോലെ തന്നെ വെൽഡിങ്ങിലും ഒരുപാട് തവണ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ ഒരു ടൂളാണ് ആൻവിൽ അല്ലേ. നമ്മൾ മെറ്റൽസിനെ ചൂടാക്കിയതിന് ശേഷം അതുപോലെ വെച്ച് അടിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇത് ആൻവിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു ടൂളാണ് സ്റ്റേക്സ് എന്ന് പറയുന്നത്. സ്റ്റേക്സിൻ്റെ മറ്റൊരു പേര് സ്റ്റേക്സ് അറിയപ്പെടുന്നത് തന്നെ എന്താണ്, ഷീറ്റ് മെറ്റൽ വർക്ക്ഷോപ്പിലെ ആൻവിലാണ്. അത്ര ആൻവിലിൻ്റെ അത്ര വലിപ്പമോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇത് നമ്മൾ ആൻവിലിൽ തന്നെയുള്ള ഒരു ഹോളിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ സ്റ്റേക്സിൻ്റെ മുകളിൽ വെച്ചിട്ട് ഷീറ്റിനെ അടിക്കുന്നതിനും അതുപോലെ ഷീറ്റിൽ ജോയിൻസ് ഒക്കെ വരുത്തേണ്ട അവസരത്തിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ അടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേക്സ് ഉപയോഗിക്കുന്നത്. ഇതെന്താണ് ഒരു ഫ്ലാറ്റ് ആയിട്ടുണ്ടായിരിക്കാം, പല ആകൃതികളിലുണ്ടായിരിക്കും. അതിനനുസരിച്ച് ഇത് പേരും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ സ്റ്റേക്സിനെ കുറിച്ച് നമുക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡിലുള്ള 3 ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3നും എന്താണ് 3 ഷേപ്പ് ാണ് വരുന്നത്. അപ്പോൾ ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷീറ്റിനെ ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് എന്ത് നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റേക്സിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടൂളാണ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. പ്ലെയേഴ്സൊക്കെ നമ്മൾ എപ്പോഴും ഒരുപാട് തവണ കണ്ടിട്ടുണ്ടായിരിക്കുന്നതാണ്. എന്തിനായിരിക്കും പ്ലെയേഴ്സ് ഉപയോഗിക്കുന്നുണ്ടാവുക, ഒന്നെങ്കിൽ യൂസ്ഡ് ഫോർ ഹോൾഡിങ്, ബെൻഡിങ് ആൻഡ് കട്ടിങ് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം, ഒരു എന്തെങ്കിലും ഒരു വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബെൻഡിങ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കട്ടിങ്ങിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലെയേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. പിന്നീട് വരുന്നതാണ് ഹാൻഡ് ഗ്രൂവർ. ഹാൻഡ് ഗ്രൂവർ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ ഗ്രൂവ്സ് ആൻഡ് ഫ്ലാറ്റൻ എ സീം. ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യുക, ഷീറ്റിൽ ജോയിൻ്റ് ഒക്കെ വരുന്ന അവസരങ്ങളിൽ ഗ്രൂവ്സ് ഇടേണ്ടി വരും. അത് ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹാൻഡ് ഗ്രൂവർ എന്നുള്ള ഈ ഒരു ടൂള് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹാൻഡ് ഗ്രൂവർ ഉപയോഗിക്കുന്നത് ഗ്രൂവ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നതാണ് റിവറ്റ് സെറ്റ്. എ ഹാർഡൻഡ് സ്റ്റീൽ ടൂൾ വിത്ത് ഹോളോ ഇൻ വൺ എൻഡ് യൂസ്ഡ് ടു ഷേപ്പ് ദ എൻഡ് ഓഫ് റിവറ്റ്. റിവറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, റിവറ്റ് എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ വരുന്ന റിവറ്റുകളുടെ എഡ്ജും കാര്യങ്ങളൊക്കെ കൃത്യമായ ഷേപ്പിലേക്ക് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റിവറ്റ് സെറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പ്ലെയേഴ്സും ഹാൻഡ് ഗ്രൂവേഴ്സ് റിവറ്റ് സെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്ലെയേഴ്സ് ഹോൾഡ് ചെയ്യാനും ബെൻഡിങ്ങിനും കട്ടിംഗ് വർക്കിനുമാണ് ഉപയോഗിക്കുന്നത്. ഹാൻഡ് ഗ്രൂവർ ഞാൻ പറഞ്ഞു, ഗ്രൂവ്സ് ഫ്ലാറ്റ് ആയിട്ടുള്ള സീമിൽ ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഹാൻഡ് ഗ്രൂവർ യൂസ് ചെയ്യുന്നത്. റിവറ്റ് സെറ്റ് എന്താണ്, യൂസ്ഡ് ടു ഷേപ്പ് ദ എൻഡ് ഓഫ് റിവറ്റ്. റിവറ്റിൻ്റെ എൻഡ് ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് റിവറ്റ് സെറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. ഒന്നും കൂടി പറയാം, റിവറ്റ് സെറ്റ്, അതുപോലെ ഹാൻഡ് ഗ്രൂവേഴ്സ്, പ്ലെയേഴ്സ്, പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് മാലറ്റ്, സ്നിപ്സ്, സ്റ്റേക്സ്,
അതുപോലെ തന്നെ ഹാമറിൽ നമ്മൾ പ്രധാനമായും നോക്കിയത് റിവറ്റിംഗ് ഹാമർ, സെറ്റിംഗ് ഹാമർ, റേസിംഗ് ഹാമർ ആയിരുന്നു. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ഒരു കട്ടിംഗ് ടൂളിലും അതുപോലെ സ്ട്രൈക്കിംഗ് ടൂളിലും ഷീറ്റ് മെറ്റലിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് ഷീറ്റ് മെറ്റലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസാണ്. ഒരുപാട് വേറെയും ടൂൾസ് എന്ത് ചെയ്യുന്നുണ്ട് അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് കോമൺ ടൂൾസായ കാരണമാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്താത്തത്. ഇപ്പോൾ ഈ 3 ഹാമർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഷീറ്റ് മെറ്റലിൽ മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ഹാമറാണ്. റിവറ്റിംഗ് ഹാമർ ആയാലും സെറ്റിംഗ് ഹാമർ ആയാലും റേസിംഗ് ഹാമർ ആയാലും എന്താണ് ഷീറ്റ് മെറ്റലിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹാമേഴ്സാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്നിപ്സും സ്റ്റേക്സും. ഇതും ഷീറ്റ് മെറ്റലിൻ്റെ സ്പെഷ്യൽ ടൂൾ എന്ന ഇനത്തിൽ വരുന്നതാണ്. സ്നിപ്സോ അല്ലെങ്കിൽ ഷിയർ എന്ന് വിളിക്കുന്നതും അതുപോലെ തന്നെ സ്റ്റേക്സും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. താങ്ക് യു.